മണ്ണിൻ മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടെപ്പോഴും ഞങ്ങൾ. വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോടു ചുറ്റും തളർത്തു നിൽക്കും ഞങ്ങൾ. കുട്ടികൾ കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ്ണ പോഷണം, സംതൃപ്ത ഭോജനം, സസ്യങ്ങളേകും സ്നേഹപൂർണം. രോഗങ്ങളില്ലാത്ത ലോകം, പ്രകൃതിയെ സ്നേഹിക്കലാരോഗ്യമെന്നും. ജൈവ പച്ചക്കറി കൃഷിരീതികൾ. പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് മാറ്റം വരുത്താൻ വേണ്ടി സമഗ്ര പച്ചക്കറി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ തിരഞ്ഞെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ്. വിദ്യാർത്ഥികൾ നല്ലതിൻ്റെ സന്ദേശവാന്മാരാണ്. അപ്പോൾ വിദ്യാലയങ്ങളിലെ പച്ചക്കറി തോട്ടം വളരെ സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം വീടുകളിലുള്ള കോമ്പൗണ്ടിലും ഒപ്പം മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്ന രൂപത്തിലേക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്ന രൂപത്തേക്കുള്ള സമഗ്രമായ പദ്ധതിക്ക് രൂപം കൊടുത്തു. മട്ടുപ്പാവിൽ ഗ്രോ ബാഗിൽ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് നഗരങ്ങളിലും ചില തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിലും കോളനികളിലടക്കം പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചു. ഒപ്പം നമുക്ക് വേണ്ടത് ആരോഗ്യരംഗത്ത് പച്ചക്കറി ഉൽപ്പാദനത്തിൽ നിന്ന് നല്ല രീതിയിൽ പോയിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് ജൈവ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പാദനം കൂട്ടിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തിന് ഗുണകരമായിട്ട് വരും. അപ്പോൾ ജൈവ വളം ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറി ഉൽപ്പാദനമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തന്നെ അതിലേക്ക് മാറിയിട്ടുമുണ്ട്. പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ജൈവ പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് കൂടുതൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ പദ്ധതിക്ക് നേരുകയാണ്. വിദ്യാലയങ്ങളിലെ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി നാം ഏറ്റവും ഉപയോഗിക്കുന്ന 18 ഇനം പച്ചക്കറികളുടെ നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പല ഘട്ടങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്. വെണ്ടയിൽ വൈറ്റമിൻ സി, ധാതു ലവണങ്ങൾ, ആന്റി ഓക്സിഡന്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നവർക്ക് ചില രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാവുന്നതായി കണ്ടിട്ടുണ്ട്. ഇനങ്ങൾ: സുസ്ഥിര, സൽകീർത്തി, കിരൺ, അരുണ, CO1, അർക്ക അനാമിക, വർഷ ഉപഹാർ, അർക്ക അഭയ, അഞ്ചിത. നടീൽ പ്രധാനമായി ഫെബ്രുവരി, മാർച്ച്, ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് വെണ്ടയുടെ കൃഷി സമയം. ആവശ്യത്തിന് ജൈവവളം ചേർത്ത് 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങൾ കോരുക. വിത്ത് 24 മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർക്കുക. ഈ വെള്ളത്തിൽ സ്യൂഡോമോണാസ് ചേർക്കണം. കുതിർത്തെടുത്ത വിത്ത് വാരങ്ങളിൽ 45 സെന്റിമീറ്റർ അകലത്തിൽ 2 കൈക്കുമ്പിൾ ട്രൈക്കോഡർമ കൊണ്ട് പുഷ്ടിപ്പെടുത്തിയ വേപ്പിൻ പിണ്ണാക്ക്, ചാണക മിശ്രിതം ഇട്ട് നടുക. ചെടി നട്ട് 15 ദിവസത്തിനു ശേഷവും 25 മുതൽ 30 ദിവസത്തിനു ശേഷവും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ചെടി ചുവട്ടിൽ ഒഴിച്ചു നനയ്ക്കുകയും തണ്ടിലും ഇലകളിലും പതിക്കുന്ന രീതിയിൽ തളിക്കേണ്ടതുമാണ്. ഇത് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു പുറമെ ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി നൽകുന്നു. ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ ആവശ്യാനുസരണം മാത്രം നനയ്ക്കുക. പരിപാലനം: ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് തയ്യാർ ചെയ്ത് ആഴ്ചതോറും 1 കൈപ്പിടി ഒരു ചെടിക്ക് എന്ന തോതിൽ ചേർക്കുക. ജൈവ വളക്കൂട്ട് സ്വന്തമായി ഉണ്ടാക്കാവുന്നതാണ്.
ഇതുണ്ടാക്കുന്നതിനായി ഒരു ഭാഗം ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി, ഒരു ഭാഗം എല്ലുപൊടി, ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റ്, അരഭാഗം കടലപ്പിണ്ണാക്ക്, അരഭാഗം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കൂട്ടിക്കലർത്തി വളക്കൂട്ട് തയ്യാർ ചെയ്ത് തടത്തിൽ ചേർത്ത് ഇളക്കുക. കീടങ്ങൾ. കായും തണ്ടും തുരക്കുന്ന പുഴു. ഒരു ശലഭത്തിന്റെ പുഴുവാണ് ആക്രമണകാരി. ആക്രമണം മൂലം ഇളം തണ്ട് വാടി തൂങ്ങുന്നു. പുഴുക്കൾ കായകളിൽ ദ്വാരമുണ്ടാക്കി ഉൾഭാഗം തിന്ന് നശിപ്പിക്കുന്നു. നിയന്ത്രണം. ജൈവ കീടനാശിനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആവണക്കെണ്ണ, വേപ്പെണ്ണ, എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം. ഇത് സാധാരണയായി ആമവണ്ട്, ഇലപ്പേൻ, മണ്ടരി, മുരിങ്ങയിലയിലെ ഇലതീനിപ്പുഴു, കമ്പിളിപ്പുഴു എന്നിവയ്ക്കെതിരെയും മൊസൈക് രോഗത്തിനെതിരെയും ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഇത് തയ്യാറാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ നമുക്ക് കാണാം. ആവണക്കെണ്ണ, മറ്റൊന്ന് വേപ്പെണ്ണ, മൂന്നാമത് വെളുത്തുള്ളി. ആദ്യമായിട്ട് ഈ എമൽഷൻ തയ്യാർ ചെയ്യാൻ നമ്മൾ ഈ 20 മില്ലി ആവണക്കെണ്ണയുടെ കൂടെ 80 മില്ലി വേപ്പെണ്ണ ചേർക്കുന്നു. ഈ 100 മില്ലി എണ്ണ മിശ്രിതത്തിൻ്റെ കൂടെ 50 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത 6 ഗ്രാം സോപ്പ് ഈ എണ്ണ മിശ്രിതത്തിൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കും. ഈ 150 മില്ലി എമൽഷൻ 6 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നേർപ്പിക്കും. ഇത് ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കുക. എമൽഷൻ നേർപ്പിച്ച ഈ ലായനി സ്പ്രേയറിലോട്ട് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം വെളുത്തുള്ളി ചേർക്കാൻ. തോർത്തിൽ കൂടി അരിച്ചെടുത്ത ലായനി ഒരു സ്പ്രേയറിൽ നിറയ്ക്കുക. ഇലചുരുട്ടിപ്പുഴു. ഇലച്ചുരുളുകളുടെ അകത്തു കഴിയുന്ന പുഴുക്കളാണ് ആക്രമണകാരി. ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി തളിക്കുക. രോഗങ്ങൾ. മൊസൈക് രോഗം. രോഗം ബാധിച്ച ഇലകൾ ചെറുതാവുന്നു. ഇലയിൽ പച്ചയും മഞ്ഞയും കലർന്ന നിറവ്യത്യാസം കാണുന്നു. ഈ രോഗം പരത്തുന്നത് വെള്ളീച്ചകളാണ്. നിയന്ത്രണ മാർഗങ്ങൾ. മഞ്ഞക്കെണി. വെള്ളീച്ചകളെ കുടുക്കാൻ മഞ്ഞക്കെണികൾ കൃഷിയിടത്തിൽ സ്ഥാപിക്കാം. മഞ്ഞ പെയിന്റ് പുരട്ടിയ ടിന്നുകൾ അല്ലെങ്കിൽ മഞ്ഞ പ്ലാസ്റ്റിക് അഥവാ പോളിത്തീൻ ഷീറ്റുകളിൽ ഇരുവശത്തും ആവണക്കെണ്ണ പുരട്ടി പന്തലുകളിൽ കെട്ടിത്തൂക്കിയിടുകയും ചെയ്യാം. വെട്രിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാർ ചെയ്ത് തളിക്കുക. പുള്ളിക്കുത്ത് രോഗം. ഇലയുടെ അടിഭാഗത്ത് കാണുന്ന കറുപ്പു നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ ഇലപ്പരപ്പിലും ക്രമേണ തെളിഞ്ഞു കാണുന്നു. ഇത് കാരണം ഇലകൾ കരിഞ്ഞു പോകുന്നു. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി തയ്യാറാക്കി തളിക്കുക. വിളവെടുപ്പ്. വിത്ത് പാകി 30-45 ദിവസമാകുമ്പോൾ വിളവെടുപ്പ് ആരംഭിക്കാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ കായ്കൾ പറിച്ചെടുക്കാം. മുളക്. ദക്ഷിണ അമേരിക്കയിലാണ് മുളകിന്റെ ജന്മദേശം. പോർട്ടുഗീസ് സഞ്ചാരികളാണ് മുളകിനെ ഏഷ്യയിലേക്ക് കൊണ്ടുവന്നത്. എരിവും പുളിയുമുള്ള ഭക്ഷണത്തോട് പ്രിയമുള്ള മലയാളിക്ക് മുളകില്ലാത്ത കറികളെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. മുളക് ഉണക്കിയും പച്ചയായും ഉപയോഗിക്കുന്നു. മുളകിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സിസിൻ വിവിധ രോഗങ്ങൾക്ക് ഫലം ചെയ്യുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനങ്ങൾ. മുളകിന്റെ പ്രധാന ഇനങ്ങൾ ജ്വാലാമുഖി, ജ്വാലാസഖി, ഉജ്ജ്വല, മഞ്ചരി, വെള്ളായണി അതുല്യ, അനുഗ്രഹ, സമൃദ്ധി എന്നിവയാണ്. നടീൽ. സീസൺ മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. പറിച്ചു നടുന്ന വിളയാണ് മുളക്. തൈ ഉൽപ്പാദിപ്പിക്കുവാൻ വിത്ത് തടത്തിലോ ചട്ടിയിലോ പാകാവുന്നതാണ്. ഇതിനായി തടത്തിലെ മണ്ണ് കട്ട കളഞ്ഞ പൊടിപ്പരുവത്തിലാക്കി ജൈവവളം സമൃദ്ധമായി ചേർക്കണം. പാകുന്നതിന് മുൻപ് വിത്ത് ചികിത്സ നടത്തേണ്ടതാണ്. ഇതിനായി ഉപയോഗിക്കുന്ന വിത്ത് സ്യൂഡോമോണാസ് എന്ന ജീവാണുവുമായി നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. ചെടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് പുറമെ രോഗനിയന്ത്രണത്തിനും ഇത് സഹായകരമാണ്.
വിത്ത് പാകിയ ഉടനെ തന്നെ നേരിയ തോതിൽ നനയ്ക്കണം. തടത്തിലെ മണ്ണ് ഉണങ്ങാത്ത രീതിയിൽ നന ക്രമീകരിക്കണം. വിത്ത് സാധാരണ ഉറുമ്പ് അരിച്ചു കാണാറുണ്ട്. ഇത് ഒഴിവാക്കുവാൻ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും 2:1 എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ മിശ്രിതം തടത്തിൽ വിതറുക. തൈകൾ 4 ഇല പ്രായമാകുമ്പോൾ പറിച്ചു നടാവുന്നതാണ്. നടുന്നതിന് മുൻപ് ചെടിയുടെ വേരുകൾ സ്യൂഡോമോണാസിന്റെ കട്ടിയുള്ള ലായനിയിൽ 5 മിനിറ്റ് മുക്കിവെച്ച ശേഷം വൈകുന്നേരം നടുക. കൃഷിസ്ഥലം തയ്യാറാക്കുന്ന രീതി: നടുന്നതിന് 15 ദിവസം മുൻപ് മണ്ണിൽ കുമ്മായം ചേർക്കേണ്ടതാണ്. ഇത് മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുവാനും മണ്ണിലെ വാട്ടരോഗം വരുത്തുന്ന ബാക്ടീരിയകളുടെ ആക്രമണം ലഘൂകരിക്കുവാനും സഹായിക്കുന്നു. കുമ്മായം ചേർത്ത ശേഷം മണ്ണ് നല്ലതുപോലെ ഇളക്കി കട്ട ഉടയ്ക്കണം. തുടർന്ന് ജൈവവളം സമൃദ്ധമായി ചേർക്കണം. ഇതിലേക്ക് ഉണക്കിപ്പൊടിച്ച ചാണകം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ചാലുകൾ എടുത്തോ വാരം കോരിയോ ആണ് മുളക് നടുക. നടുന്ന സ്ഥലത്തെ മണ്ണ് ശുദ്ധീകരിക്കുവാൻ മണ്ണിൽ ട്രൈക്കോഡെർമ എന്ന ജീവാണു പറിച്ചു നടുന്നതിന് 10 ദിവസം മുൻപെങ്കിലും ചേർക്കുക. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് തയ്യാർ ചെയ്ത് ആഴ്ചയിലൊരിക്കൽ ചെടി ഒന്നിന് 1 ചിരട്ട തടത്തിൽ ചേർത്ത് ഇളക്കുക. ഇതുകൂടാതെ മണ്ണിൽ ചാരവും ചേർത്ത് കൊടുക്കണം. പരിപാലനം: ചെടികൾ നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണിൽ ഈർപ്പം ആവശ്യത്തിന് നിലനിർത്തുന്നതിനു വേണ്ട തോതിൽ മാത്രമേ നനയ്ക്കാവൂ. ചെടി നട്ട് 15 ദിവസത്തിനു ശേഷവും 25 മുതൽ 30 ദിവസത്തിനു ശേഷവും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു നനയ്ക്കുകയും തണ്ടിലും ഇലകളിലും തളിക്കേണ്ടതുമാണ്. ഇത് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു പുറമെ ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി നൽകുന്നു. ചെടിയുടെ എല്ലാ ദിശകളിലും കളനിയന്ത്രണം ഉറപ്പാക്കേണ്ടതാണ്. കായ വരുന്നതോടുകൂടി ശാഖകൾ മുറിഞ്ഞു പോകാതിരിക്കുവാൻ ചെടികൾക്ക് താങ്ങ് കൊടുക്കേണ്ടതാണ്. കീടങ്ങൾ: മുഞ്ഞ. കടുകുമണിയോളം വലിപ്പമുള്ള മുഞ്ഞകൾ ഇലകളിലും ഇളം തണ്ടിലും കായിലും പൂവിലും കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുക മൂലം ആ ഭാഗങ്ങൾ നശിച്ചു പോകുന്നു. നിയന്ത്രണം: പച്ചക്കറികളെ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കീടമാണ് മുഞ്ഞ. മുഞ്ഞകളെ നിയന്ത്രിക്കാനായി നാം ഉപയോഗിക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് പുകയില കഷായം. ഇത് തയ്യാറാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഇപ്പോൾ കാണാം. പുകയില കഷായം തയ്യാറാക്കുവാൻ വേണ്ട വസ്തുക്കൾ: 1. മാർക്കറ്റിൽ കിട്ടുന്ന പുകയില. 2. വേണ്ടത് സോപ്പ്. പുകയില ചെറു കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഈ 1/4 കിലോഗ്രാം അരിഞ്ഞെടുത്ത പുകയില നമ്മൾ 2.25 ലിറ്റർ വെള്ളത്തിൽ മുക്കി വയ്ക്കും. അത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഇതിൽ തന്നെ കിടക്കും. അതിനുശേഷം നമ്മൾ പുകയില ഇങ്ങോട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കും. ഇതിൻ്റെ ആ ചണ്ടി അങ്ങോട്ട് മാറ്റും. അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പുകയില നീരാണ് ഈ കാണുന്നത്. 60 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത സോപ്പ് ലായനിയും പുകയില നീരും കൂടെ നല്ലപോലെ ചേർത്ത് ഇളക്കണം. ഈ പുകയില കഷായം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും ഈ പുകയില കഷായം ആവശ്യമുള്ള സന്ദർഭത്തിൽ മാത്രം ഉണ്ടാക്കി ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വെള്ളീച്ച. വെളുത്ത ചിറകുള്ള ചെറു പ്രാണികളാണ് വെള്ളീച്ചകൾ. ഇവ അധികവും ഇലകളുടെ അടിവശത്താണ് കാണപ്പെടുന്നത്. മണ്ടരി ഇലയുടെ അടിഭാഗത്തിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി ഇലകൾക്ക് വീതി കുറഞ്ഞ് കട്ടിപിടിച്ച് കുഴലിന്റെ ആകൃതിയിൽ രൂപപ്പെടുന്നു. നിയന്ത്രണം: ആവണക്കെണ്ണ, വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കി വെള്ളത്തിൽ കലർത്തി തളിക്കുക. ഇലപ്പേൻ അഥവാ ത്രിപ്സ് ചെറിയ ഒരു പ്രാണിയാണിത്. ഇലയുടെ അടിഭാഗത്തിരുന്ന് ഇലയുടെ കോശങ്ങൾ കടിച്ചു മുറിക്കുമ്പോൾ ഊറി വരുന്ന ദ്രാവകം നുകരുന്നു. ആക്രമണ ഫലമായി ഇലകൾ ബോട്ടിന്റെ ആകൃതിയിൽ കുരുടിക്കുന്നു. രോഗങ്ങൾ: ബാക്ടീരിയൽ വാട്ടം. ചെടികൾ പെട്ടെന്ന് വാടി നശിച്ചു പോകുന്നു. തണ്ടിന്റെ ഉൾഭാഗത്ത് കറുത്ത നിറവ്യത്യാസം കാണപ്പെടുന്നു. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി തയ്യാറാക്കി തളിക്കുക. വിളവെടുപ്പ്: മൂപ്പെത്തിയ പച്ചമുളക് പറിച്ചെടുക്കാം. 2-3 മാസം വരെ വിളവെടുപ്പ് നീണ്ടു നിൽക്കും.
ഒരു ചെടിയിൽ നിന്നും ശരാശരി 1 മുതൽ 1.5 കിലോഗ്രാം വരെ മുളക് ലഭിക്കും. പയർ. കേരളീയർക്ക് ഏറ്റവും പ്രിയമുള്ള പച്ചക്കറിയായ പയറിന്റെ ഉത്ഭവം പടിഞ്ഞാറൻ ആഫ്രിക്കയാണ്. പ്രോട്ടീൻ സമ്പുഷ്ടമായ പയർ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കൂടി കലവറയാണ്. പയർ കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്നും പാക്യജനകം ആഗിരണം ചെയ്ത് വേരുകളിലെ മൂലാർബുദങ്ങളിൽ ശേഖരിക്കുന്നു. എല്ലാ കാലത്തും കൃഷി ചെയ്യാമെന്നത് പയറിന്റെ മറ്റൊരു ഗുണം കൂടിയാണ്. കുറ്റിപ്പയർ, വള്ളിപ്പയർ എന്നീ തരത്തിലുള്ള പയറുകൾ കേരളത്തിൽ പ്രചാരത്തിലുണ്ട്. ഇനങ്ങൾ: കുറ്റിപ്പയർ, ഭാഗ്യലക്ഷ്മി, പൂസ ബർസാത്തി, ഭാഗികമായി പടരുന്നവ, കൈരളി, അനശ്വര, വരുൺ, കനകമണി. വള്ളിപ്പയർ: ശാരിക,